അവൻ പറയുകയാണ് 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു എന്ന് പറഞ്ഞ ലാബാന്റെ ഭവനത്തിന്റെ അകത്ത് 20 വർഷം യാക്കോബ് പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ട്. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് ഒന്ന് ഓട്ടിച്ചു വിടാം. 2 മക്കൾക്ക് വേണ്ടി യാക്കോബ് ലാബാന്റെ ഭവനത്തിന്റെ അകത്ത് 14 വർഷം അവൻ എന്ത് ചെയ്തറിയാമോ, ചിലവിടുവാൻ ഇടയായി. എന്നിട്ട് അതിന് ശേഷം 6 വർഷം എന്താണെന്ന് അറിയാമോ, ആ ലാബാന്റെ ആട്ടിൻ കൂട്ടത്തിനായിട്ട് അവൻ സേവിച്ചു എന്ന് പറയാം. അപ്പോൾ വർഷം 20 കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്കാണ് 20 വർഷത്തിന്റെ ആ ഒരു ഇടസമയത്ത് 10 പ്രാവശ്യം അവന് ചില പ്രതിഫലം ലഭിക്കാമായിരുന്നു. അതിനെ ലാബാൻ തട്ടിമാറ്റുവാനിടയായി. നോക്കുക, ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു സംവത്സരം എന്ന് പറഞ്ഞാൽ അവന്റെ യൗവന പ്രായത്തിൽ അവൻ കടന്നുപോയ ഭവനത്തിന്റെ അകത്ത്, വേറെ ആരുടെയും ഭവനമല്ല, അവന്റെ അമ്മയുടെ സഹോദരന്റെ വീടാണ് എന്ന് പറഞ്ഞ അമ്മാവന്റെ വീടാണ്. പക്ഷെ ആ ഭവനത്തിന്റെ അകത്ത് കടന്നുപോയ സമയത്ത് അവൻ അനുഭവിച്ചതായ ആ വേദനകരമായ അനുഭവങ്ങളെ അവൻ ലാബാനോട് തന്നെ പറയുന്ന അവന്റെ വസ്തുതയാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. ഞാൻ ഇതിന്റെ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വചനം ഞാൻ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നൽകി തന്ന ചില ചിന്തകളെ ഞാൻ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. എന്താണെന്നറിയാമോ, ലാബാന്റെ കുടുംബത്തിന്റെ അകത്ത് അവന് സ്വസ്ഥമായി കഴിയേണ്ട സമയങ്ങളിൽ അവന് സ്വസ്ഥത ലഭിക്കുവാൻ കഴിയാതെ അല്പ ആശ്വാസത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, കുടുംബത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി അവൻ അനുഭവിച്ചതായ വേദനകരം അനുഭവങ്ങൾ, വർഷങ്ങൾ നീണ്ട ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. നമ്മുടെ കാലയളവിൽ നാം അനുഭവിച്ച വേദനകൾ, നാം ക്രിസ്തുവിങ്കലേക്ക് വന്ന കാലഘട്ടം മുതൽ ഇതുവരെ നാം ജീവനോടെ ഇരിക്കുമ്പോ നാം അനുഭവിച്ച ചില തിക്ത അനുഭവങ്ങളും നാം അനുഭവിച്ചതായ സങ്കടകരം അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറയുവാൻ, അക്കമിട്ട് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, യാക്കോബിന് അങ്ങനെ പറയുമ്പോ അവന്റെ പുറകിലോട്ടൊന്ന് ചിന്തിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദനകൾക്ക് കാരണം ലാബാനെ നീയാണ്. പക്ഷെ എങ്കിലും ഞാൻ തകർന്നു പോയില്ല. ഞാൻ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു, എനിക്ക് ലഭിക്കേണ്ടത് ലഭിച്ചു, എനിക്ക് നൽകി തരേണ്ടത് നീ നൽകി, പലതും നീ തട്ടി മാറ്റിയെങ്കിലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉള്ളതിനെ ലാബാനെ നീ മാറ്റിയെങ്കിലും എനിക്ക് അപ്പുറമായുള്ള വലിയ അനുഗ്രഹം എന്റെ ജീവിതത്തിന്റെ മേൽ പകർന്നു തന്ന ഒരു ക്രിസ്തു എന്നോട് കൂടെയുണ്ടെന്ന് അവൻ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ജീവിതത്തിന്റെ പല മേഖലകളിൽ നമുക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ, നമുക്ക് വരേണ്ട നന്മകൾ, നമുക്ക് വരേണ്ട സന്തോഷങ്ങൾ, നമുക്ക് വരേണ്ടതായ ചില ആത്മീക അനുഭവങ്ങൾ പലപ്പോഴും അത് പ്രാപിക്കുവാൻ കഴിയാതെ മാനുഷികമായ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിന്റെ ആത്മമണ്ഡലത്തിന്റെ അകത്തളത്തിൽ അതിനെ പരാജയപ്പെടുത്തുവാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറുകയാ. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിന്റെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക സാന്നിധ്യം, അത് ആർക്കും മാനുഷികമായി തട്ടിയെടുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പ്രാരംഭത്തിൽ ഞാൻ ദൂത് പറയാ. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ ദൈവഹിതപ്രകാരമുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ യോഗ്യതയുള്ള ദാസന്മാരെ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി കർത്താവ് ചില ദൗത്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കരഞ്ഞത്, നീ കണ്ണുനീർ ഒഴുക്കിയത്, നീ പലയിടത്തും വേദനിച്ചത്, പല സ്ഥാനത്തും നിന്നെ അപമാനിച്ചപ്പോഴും അവിടെയും നിന്നെ നിർത്തിയത്, പലയിടത്തു നിന്ന് നിന്നെ ഇറക്കിവിട്ട സ്ഥാനത്ത് അവിടെയും നിന്നെ ചേർത്ത് പിടിച്ചത് ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ എവിടെയൊക്കെ ഇറക്കി വിട്ടാലും, എവിടെയൊക്കെ നിന്നെ മാനിക്കാതെ വിട്ടേച്ചു പോയാലും, നിനക്ക് നൽകേണ്ട അനുഗ്രഹങ്ങൾ നിനക്ക് നൽകി തരാതെ എവിടെയെങ്കിലും അവസാനിച്ച അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇന്ന് രാത്രി ചിലത് നിനക്ക് എടുത്തു പറയുവാൻ, ചിലത് നിന്റെ ജീവിതത്തിൽ ഒരു കല്ലിൽ
കൊത്തിവച്ചതുപോലുള്ള ഞങ്ങളെ നൽകി തരുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. അതിനായി നമുക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വചനത്തിലൂടെ പറയുന്നതിന് ഒരു മെയിൻ കാരണം ഇതേ ഉള്ളൂ. യാക്കോബിന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അവൻ 6 രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. 6 രാത്രികൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് 6 രാത്രികൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴോ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിച്ച് അവന്റെ രാത്രിയുടെ അനുഭവങ്ങളിൽ അവനെ നശിപ്പിച്ചു കളയുവാൻ, അവന്റെ നന്മയെ എടുത്തു കളയുവാൻ, അവന്റെ നന്മയെ തട്ടിപ്പറിച്ചു കളയുവാൻ ശത്രു പല പദ്ധതികളും മാനുഷികമായി ഒരുക്കിയപ്പോഴും അവിടെ നിന്നെല്ലാം യാക്കോബിനെ വഴി നടത്തി രാത്രിയുടെ യാമങ്ങളിൽ സ്വപ്നത്തിലൂടെയും അരുളപ്പാടിലൂടെയും യാക്കോബിനോട് സംസാരിച്ച് അവന്റെ ജീവിതത്തിൽ മേൽ അവന് ലഭിക്കേണ്ടതായ ചില നന്മകൾ, അവന് ലഭിക്കേണ്ടതായ ചില അനുഗ്രഹങ്ങൾ, അവൻ പ്രാപിച്ചെടുക്കേണ്ടതായ ചില നന്മകൾ അവൻ പ്രാപിച്ച് മറുകര വന്നപ്പോൾ അവൻ പറയുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീണ്ട വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ പരാജയമായിരിക്കാം സംഭവിച്ചത്. നീണ്ട വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ദുഃഖമായിരിക്കാം നീ അനുഭവിച്ചത്. നീണ്ട വർഷങ്ങൾ എടുത്തു പറയുവാൻ ഒന്നുമില്ലാതെ പരാജയത്തിന്റെ വാക്കുകളും സങ്കടങ്ങളും കരച്ചിലുകളും നിലവിളികളും വ്യാകുലാദികളും ആയിരിക്കാം നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വന്നത് മുതൽ നീ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, അനുഭവിച്ച നാളുകൾ, വേദനിച്ച നിമിഷങ്ങൾ, ഓരോ മണിക്കൂറുകളും കർത്താവ് അവിടെ നിന്ന് എഴുതി വച്ചിട്ട് അതിന് പ്രതിഫലം തരുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. അവർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ പറയട്ടെ, യാക്കോബിന്റെ 6 രാത്രികളെ കുറിച്ച് സമയത്തിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുക. യാക്കോബിന്റെ 6 ഒന്നാമത്തെ യാക്കോബിന്റെ രാത്രി, പ്രൈസ് ദി ലോർഡ്, 28-ാം അധ്യായത്തിന്റെ അതിന്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ യാക്കോബിന്റെ രാത്രിയിൽ അവൻ കാണുന്നത്, ആ സന്ദർഭം നമുക്കറിയാം. യാക്കോബ് അവൻ കൂടാരവാസി എന്ന ബൈബിൾ പറയുന്നത്. ഈ കൂടാരവാസി എന്ന് പറയുമ്പോൾ അപ്പന്റെ അമ്മയുടെ അടുക്കൽ നിന്ന് അവൻ ഒരു നിമിഷം പോലും മാറി നിന്നിട്ടില്ല. അങ്ങനെ അപ്പനും അമ്മയുമായുള്ള അടുത്ത ബന്ധമുണ്ട്. പക്ഷേ അവന്റെ ജീവിത സാഹചര്യങ്ങൾ ഇതാ ഒറ്റപ്പെട്ട അനുഭവം കടന്നു വന്നു. എങ്ങനെ വന്നു? അവന്റെ അപ്പനായ ഇസഹാക്കിന് അവനൊരാഗ്രഹം പറയുവാണ്, ഞാനിതാ വാർദ്ധക്യത്തിൽ, ഇതാ എന്റെ കാലം കഴിയാറായി. അവൻ ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സമയം അടുത്തിരിക്കുക, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എനിക്ക് നീ കാട്ടിൽ പോയി വേട്ടയാടി എനിക്ക് ഒരു മൃഗത്തെ പിടിച്ച് അതിനെ പാകം ചെയ്ത് എനിക്ക് നല്ലൊരു ഭക്ഷണം ഒരുക്കി തരണം. നമുക്ക് അതിന്റെ ചരിത്രം അറിയാവുള്ളത് കൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നേ. അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ ഇസഹാക്ക് ആ മകനോട്, മൂത്ത മകനായ ഏശാവിനോട് പറയുമ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ ആ യാക്കോബിനെ വിളിച്ചിട്ട് പറയട മോനെ, നീ ഇങ്ങോട്ട് വാ, നിന്റെ അപ്പനൊരു ആഗ്രഹം പറഞ്ഞിരിക്കുക, അതുകൊണ്ട് നീ അതിനെന്ത് ചെയ്യണം, അപ്പന് അത് കൊടുത്തിട്ട് അപ്പന്റെ അനുഗ്രഹം നീ വാങ്ങണം. അപ്പോൾ യാക്കോബ്, അല്ല പറ്റത്തില്ല അമ്മ, എന്നെ അപ്പൻ ശപിക്കുമെന്ന്. എന്നാ ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. 27-ന്റെ ആ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവന്റെ അമ്മ അവനോട്, മകനെ നിന്റെ ശാപം, 12 മുതൽ, പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം കേൾക്ക, പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു. നോക്കുക, ആ മകനോട് മകനറിയാം
അപ്പൻ ഇങ്ങനെ ഞാൻ കാണിച്ചാൽ അപ്പൻ എന്നെ ശപിക്കേ ഉള്ളൂ. അനുഗ്രഹം ഏശാവിന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഉപായത്താൽ പോയി ചെന്ന് വാങ്ങിച്ചാൽ അപ്പൻ ശപിക്കും. നമുക്കറിയാം, നമ്മുടെ അപ്പന്മാരുടെ അടുക്കൽ നാമും എന്തെങ്കിലും അപ്പന്മാര് പറയുന്നതിനനുസരിക്കാതെ ഏതെങ്കിലും കാര്യം ചെയ്താൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കോപം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ യസഹാക്കിന് ആ കോപം വന്നാൽ എന്നെ ശപിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടും അവന്റെ അമ്മ പറയാ, ആ ശാപം എന്റെ മേൽ വരട്ടെ. നോക്കുക, അതുവരെ അവനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് അവനൊന്നും നമ്മുടെ മലയാള ഭാഷ ഇപ്പൊ എട്ടും പൊട്ടും അറിയാത്ത യാക്കോബിനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് വിടുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യാക്കോബ് അങ്ങോട്ട് ചെന്നിട്ട് അവൻ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു കൊടുത്ത സകല കാര്യങ്ങളും അവൻ അനുസരിച്ച് അതുപോലെ ചെന്ന് അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചു. പക്ഷെ ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് ഏശാവ് എന്ന് പറഞ്ഞ് അവൻ ആ അടുക്കൽ പോയി ആ ആഹാരം കൊടുത്ത് ഏശാവിന്റെ അനുഗ്രഹത്തെ യാക്കോബ് തട്ടി വാങ്ങുവാനിടയായി. എന്നിട്ടാണ് അവൻ എന്ത് ചെയ്തറിയാമോ, അവൻ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഏശാവ് വന്നപ്പോ വളരെ വിഷമകരം അനുഭവമാ അവൻ കേൾക്കുന്നത്. യാക്കോബ് അനുഗ്രഹം തട്ടിപ്പറിച്ചു എന്ന് മനസ്സിലാക്കിയ ഏശാവ് ഹൃദയത്തിന്റെ അകത്തൊരു തീരുമാനമെടുത്തു. ഇനി അവനെ ഭൂമിയിൽ വച്ചിരിക്കാൻ പാടില്ല. ആ ഒരു തീരുമാനം എടുത്തതും അപ്പനും അമ്മയും അറിഞ്ഞിട്ട് അവനെ ഓടിച്ചു വിടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുവാനിടയായത്. ഓടിച്ചു വിടുന്നത് എവിടേക്കെന്നറിയാമോ? ഈ ഇസഹാക്കിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ, ലാബാന്റെ വീട്ടിലേക്കാണ് അവൻ ഓടിച്ചു വിടുന്നത്. ഞാൻ ആത്മാവിൽ ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. അതുവരെ ഈ ഭവനവുമായി ലാബാൻ ഒരു ബന്ധമില്ല. പ്രൈസലോ, ലാബാന്റെ കുടുംബം അവര് നോക്കുന്നു, ഇസഹാക്കിന്റെ കുടുംബം ഇവർ നോക്കുന്നു. പക്ഷെ ഇവരുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോ ഓടി ഒളിക്കുവാൻ വേണ്ടി ഭവനത്തിലുള്ള അപ്പനും അമ്മയും ഓടിച്ചു വിടുന്നത് ലാബാന്റെ ഭവനത്തിൽ. ഞാൻ പറയാ, ഒരു ആത്മീക സത്യനോട് നിങ്ങൾ വിളിച്ചു പറയാ, അവർക്കറിയാമായിരിക്കാം ചിലപ്പോ ലാബാന്റെ കുടുംബവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ എന്റെ മക്കൾ നശിച്ചു പോകും, അതുകൊണ്ട് അവരുമായിട്ടൊരു ബന്ധം വേണ്ട. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില ബന്ധങ്ങൾ ചിലപ്പോ നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നെന്ന് വന്നേക്കാം. ചില ബന്ധങ്ങൾ നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നേക്കാം. എന്നാൽ അത് നമ്മൾ മാറി നിൽക്കുന്നത് അത് ദൈവഹിതമായിരിക്കാം. യാക്കോബും ആ അല്ലെങ്കിൽ ഇസഹാക്കിന്റെ ഭവനവുമായി ലാബാന്റെ ഭവനവുമായി ഒരു ബന്ധമില്ല. അവർ സഹോദര വർഗങ്ങളാണെങ്കിൽ തന്നെയും ആത്മബന്ധം മാത്രമേ ഉള്ളൂ. അക്ഷരീകമായി ഒരു ബന്ധവും ഉള്ളതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു പ്രതിസന്ധി വന്നപ്പോ ഓടിച്ചു വിട്ടത് ആ ഭവനത്തിലേക്കാണ്. അതുമുതൽ അവരുടെ ജീവിതത്തിൽ പക്ഷെ പരാജയമാണ് വരേണ്ടത്. ദൈവ സാന്നിധ്യം യാക്കോബിനോട് കൂടെ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവനൊന്നും അറിയത്തില്ല. ഈ ഭവനത്തിന്റെ അകത്ത് ഞാൻ പോയി പെട്ടുപോയാ എനിക്ക് കഷ്ടമാണ്, സങ്കടമാണ്, ദുഃഖമാണ് വരാൻ പോകുന്നെന്ന് യാക്കോബിനെ അറിയത്തില്ല. പക്ഷെ അവൻ പെട്ടുപോയതാ. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവം അവനോട് കൃപ ചെയ്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മാവിൽ പറയട്ടെ, നാം പോലും അറിയാതെ ചില ഇടത്ത് നാം പോയി പെട്ടത് മുഖാന്തരം നാമും പലപ്പോഴും അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം പലപ്പോഴും അനുഭവിക്കുന്ന വ്യഥകൾ പലപ്പോഴും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ശാപമായി നിലനിൽക്കുന്നെങ്കിൽ ആത്മാവിൽ പറയുക, ഇന്ന് രാത്രി അതിന്റെ മേൽ ഒരു വിടുതൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. നീ അറിയാതെ നിന്റെ പാരമ്പര്യ കുടുംബത്തിന്റെ അകത്തു നിന്ന് നീ പുറത്തു വന്നിട്ടും ആ പാരമ്പര്യത്തിന്റെ ശക്തിയിലേക്ക് നീ ഇറങ്ങിപ്പോയത് മുഖാന്തരം നിന്റെ കുടുംബത്തിന്റെ അകത്ത് ശാപം പോലെ തലമുറകൾക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, തലമുറകൾ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ എവിടെയൊക്കെയോ കെട്ടപ്പെട്ട അനുഭവം പോലെ ഒരു തരത്തിലും പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആ കഴുതയെ നമ്മളെ പുതിയ നിയമത്തിലേക്ക് വായിക്കുമ്പോ ആ കെട്ടപ്പെട്ട കഴുത പോലെ കർത്താവ് അഴിച്ചുകൊണ്ട് വരുവാൻ പറയുന്നത് പോലെ പലപ്പോഴും നാമും എവിടെയോ കെട്ടപ്പെട്ട അനുഭവത്തിലായിപ്പോയി. നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എവിടെയൊക്കെ നാം അസ്തമിച്ചു പോയതുപോലെ ഇനി എനിക്കൊരു ജീവിതമില്ല, എന്റെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയില്ല, എവിടെയൊക്കെ ഞാൻ താളം തെറ്റിയ അനുഭവമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുക. ഇന്ന് ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിന്റെ അകത്ത്
വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകി തരുമെന്ന് ആത്മാവിൽ പ്രവചന രൂപത്തിൽ ദൈവാത്മാവ് പറയുക. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, യാക്കോബ് ഒന്നും അറിയാതെ, അവന്റെ കുടുംബ ചരിത്രമോ പാരമ്പര്യമോ അവന്റെ ചരിത്രങ്ങളോ ഒന്നും അറിയാതെ യാക്കോബ് പോവുക. പക്ഷെ പോകുന്ന സമയം അവന്റെ പിതാവിന്റെ വാക്ക് കേട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്ന ഈ യാത്രയിൽ തന്നെ ആരംഭ രാത്രിയിൽ അവൻ ഒറ്റപ്പെട്ട അനുഭവത്തിലായിപ്പോയി. ആ സമയത്ത് അവൻ വിളിച്ച്, അയ്യോ, ഇതുവരെ ഞാൻ എന്റെ അമ്മയോടും അപ്പനോടും കൂടെ ആയിരുന്നല്ലോ, ഞാനിത് എന്തു ചെയ്യും? സൂര്യൻ അസ്തമിച്ചു, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പതറിപ്പോയി കാണും അവന്റെ ജീവിതത്തിൽ. എന്നാൽ ആ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ആ രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ തന്നെ ഭൂമി അവൻ തലേണയായി ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച് കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ രാത്രിയിൽ അവൻ സ്വപ്നം കാണുകയാ. ആ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും. ആ പോയിന്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ആ ദൂതന്മാർ ഒരു ഗോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നാം ആയിരിക്കുന്ന ഇടത്ത് ഏകാന്തതയുടെ നടുവിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കുമ്പോഴും കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, നിന്നോട് ദൂതകിണങ്ങൾ, നീ ഇതോടുകൂടെ ഞാൻ നശിച്ചു പോകും, ഞാൻ പെട്ടുപോയി, എവിടെയൊക്കെയോ ഏതൊക്കെയോ കുരുക്കിൽ ഞാൻ അകപ്പെട്ടു എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് പറയുക, ഇന്ന് രാത്രി ദൂതനെ ഇറക്കുന്ന രാത്രിയാ. നിന്റെ വിഷയത്തിനു വേണ്ടി നീ ഒറ്റപ്പെട്ടിരുന്ന് കരയുന്ന വിഷയത്തിന്റെ നടുവിൽ, നീ നിലവിളിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ നിമിഷം കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട്. എത്രവർക്ക് അത് ആത്മാവിൽ കാണുവാൻ കഴിയുന്നുണ്ട്? ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും നിന്റെ അടുക്കൽ ഇറങ്ങി വരുവാൻ കഴിയത്തില്ലായിരിക്കാം. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അയ്യോ കർത്താവ് എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വേളയിൽ കർത്താവ് പറയുക, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു ദൂതനുണ്ട്. ഇന്ന് രാത്രി ആ ദൂതൻ നിനക്കു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, യാക്കോബ് ഒന്നാമത്തെ രാത്രി, യാക്കോബിന്റെ രാത്രിയിൽ ദൂതൻ അവിടെ ഇറങ്ങുന്നത് അവൻ കാണുവാനിടയായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, എത്ര പേർക്ക് നീ ആയിരിക്കുന്ന ഭവനത്തിന്റെ അകത്ത്, നീ ആയിരിക്കുന്ന 4 ചുവരിന്റെയും നടുക്ക് നീ ഒറ്റപ്പെട്ടിരുന്ന് നിലവിളിക്കുമ്പോ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ ഇറങ്ങി വരുവാൻ ആരും ഇല്ല. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കുടുംബക്കാരും നിന്റെ അടുക്കൽ വരുന്നില്ല. നിന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തികളും നിനക്കൊരു ആശ്വാസം പകർന്നു തരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഈ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആർക്കും ഇറങ്ങി വരുവാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിന്റെ ദൂതഗണങ്ങളെ അയച്ച് നിനക്കു വേണ്ടി നൽകേണ്ടത്, നിനക്കു വേണ്ടി നൽകി തരേണ്ടത്, നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന്, നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു അനുഗ്രഹം നൽകി തരുവാൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ യാക്കോബിന്റെ രാത്രി, ആ രാത്രിയിൽ ദൂതനെ കാണുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ആരൊക്കെ നിന്റെ അടുക്കൽ ഇല്ല എങ്കിലും നീ ഏകാന്തതയുടെ രാത്രിയിലായിരുന്നാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ആയിരിക്കുന്ന ഇടത്ത് വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുക, ചിലരുടെ അടുക്കൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ രണ്ടാമത്തെ രാത്രിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യാക്കോബിന്റെ രണ്ടാമത്തെ രാത്രി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഈ 6 രാത്രികളെ കുറിച്ച് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി 29 അധ്യായത്തിന്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 29 അധ്യായത്തിന്റെ അതിന്റെ 22, 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇങ്ങനെ അവിടെ പറയുന്നത്, അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി.
കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി സിപ്പായെ ദാസിയായി കൊടുത്തു. ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ട രാത്രി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യാക്കോബ് 7 വർഷം പ്രൈസ് ദി ലോർഡ് 7 വർഷം സേവിച്ച ലാബാന്റെ ഭവനത്തിന്റെ അകത്ത് നിന്ന് അവൻ അടിമ ജോലി എന്ന് പറയാം. അടിമ ജോലി ചെയ്ത് എന്തിനെന്നറിയാമോ? ലാബാന്റെ ഒരു പുത്രിക്ക് വേണ്ടി. അവൻ ആഗ്രഹിച്ച ഒരു പുത്രിയുണ്ട്. അവൾക്ക് വേണ്ടിയാ അവൻ 7 വർഷം സേവ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ 7 വർഷം സേവ ചെയ്തിട്ട് ആ 7 വർഷം പൂർത്തിയായപ്പോ ഈ യാക്കോബ് ഓടിച്ചെന്ന് ലാബാന് പറയുക, ഞാൻ 7 വർഷം നിനക്ക് വേണ്ടി ഞാൻ സേവ ചെയ്തു. നിന്റെ മകളായ ആ രണ്ടാമത്തെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരയണമെന്ന് അവൻ ലാബാനോട് പറഞ്ഞു. അപ്പോൾ ലാബാൻ പറഞ്ഞത് എന്തറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലാബാൻ ഒന്നും മിണ്ടാതെ ആ സമയമായപ്പോൾ ഓക്കെ എന്നല്ല സമ്മതിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വിരുന്ന് കഴിച്ചിട്ട് അവർ രാത്രിയിൽ താൻ പറഞ്ഞ പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകളെയാണ് യാക്കോബ്, ലാബാന്റെ രണ്ടാമത്തെ മകളെയാണ് അവൻ ആഗ്രഹിച്ച് 7 വർഷം സേവ ചെയ്തത്. പക്ഷെയോ രാത്രിയിൽ അവൻ എന്ത് ചെയ്ത്? ലാബാൻ വഞ്ചിച്ച് ആദ്യത്തെ മകളായ ലേയയെ അവന്റെ അടുക്കലേക്ക് വിട്ടുകൊടുത്തു. നോക്കുക, രാത്രി അതൊന്നും അവൻ അറിയുന്നില്ല. രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിൽ ഉണർന്നപ്പോ അവൻ നോക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചതും എന്നോട് പറഞ്ഞതുമായ പെൺകുട്ടി അല്ല എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ കോപിഷ്ഠനായി അവൻ ലാബാന്റെ ഭവനത്തിലേക്ക് പോയി. നോക്കുക, ഞാൻ അതിന്റെ ആ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭം എന്തെന്ന് ചോദിച്ച ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളും എത്രയോ രാത്രികൾ നാമും വഞ്ചിക്കപ്പെട്ട അനുഭവത്തിലായി. നമ്മുടെ അനുഗ്രഹം നിനക്ക് തരാ, നന്മ തരാ, നിനക്ക് നല്ല പദവി നിനക്ക് ഒരുക്കി തരാമെന്ന് മാനുഷികമായ വാക്കുകൾ കേട്ട് നാം വർഷങ്ങൾ കാത്തിരുന്നിട്ട് അത് ലഭിക്കാതെ നമ്മെ പരാജയപ്പെടുത്തി വിട്ടയക്കുമ്പോ നമുക്കുണ്ടാകുന്ന വേദന ഒന്ന് മനസ്സിലാക്കണം. അതാ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവൻ സേവ ചെയ്തു 7 വർഷം, പക്ഷെ അവനത് ലഭിച്ചില്ല. ലാബാൻ യാക്കോബിനെ വഞ്ചിച്ചിട്ട് 7 വർഷം കാത്തിരുന്ന പെൺകുട്ടിയെ കൊടുക്കാതെ, അവൻ ആഗ്രഹിച്ച പെൺകുട്ടി അവന് കൊടുക്കാതെ മൂത്ത മകളെ കൊടുക്കുവാനിടയായി. ഞാൻ പറയട്ടെ, എന്നിട്ട് ലാബാൻ ഒരു ന്യായം പറയുക, മൂത്ത മകൾ ഇരിക്കെ രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നിസാരമായി തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആത്മീക ചിന്ത ഇതാ, നീ ചിലതൊക്കെ പ്രതീക്ഷിച്ചു, ചിലതൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് നീ ആഗ്രഹിച്ചു, അതുപോലെ ലഭിക്കാതെ വണ്ണം നിന്നെ ഒന്നും നിനക്ക് നൽകിത്തരാതെ, നിന്നെ വെറും കൈയോടെ വിട്ട അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയൂ, ലോകത്തിലുള്ള വ്യക്തികൾ നിനക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ വഞ്ചിച്ച് നിനക്ക് നൽകിത്തരാതെ നിന്നെ വെറും കൈയായി മടക്കി വിട്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് പറയുക, നീ സേവ ചെയ്തത്, നീ ആരാധിക്കുന്നത് ദൈവത്തെ ആയതുകൊണ്ട്, ജീവനുള്ള ദൈവത്തെ ആയതുകൊണ്ട് ആ ദൈവം നിന്നെ കൈവിടത്തില്ല, ആ ദൈവം നിന്നെ വഞ്ചിക്കത്തില്ല, ആ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നീ ഏത് സാഹചര്യങ്ങളിലാണോ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ക്രിസ്തുവിന്റെ ആ പാതയിലൂടെ നടന്നു തുടങ്ങിയത്, അന്നു മുതൽ നിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തടസ്സമായി വന്നെങ്കിൽ, ലഭിക്കേണ്ട നന്മകൾ നിനക്ക് ലഭിക്കാതെ പോയെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ചില നിനക്ക് അവകാശപ്പെട്ടത് ഇന്ന് രാത്രി അത് വഞ്ചിക്കപ്പെട്ടത് മറ്റൊരാൾ കൈവശമാക്കിയെങ്കിൽ ഇന്ന് ചിലത് നൽകിത്തരുന്ന രാത്രിയാ. നിനക്ക് അവകാശപ്പെട്ടത്, നിന്റെ മേൽ നിനക്ക് നൽകേണ്ടത്, നിനക്ക് ഉത്തരവാദിത്വമാകേണ്ടത് ചിലത് നിനക്ക് നൽകിത്തരുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് ലഭിക്കേണ്ട വസ്തു, നിനക്ക് ലഭിക്കേണ്ട നന്മ നിനക്ക് നൽകാതെ വണ്ണം അവിടെ നീ ആ ഒരു അവസ്ഥയിൽ ഇന്ന് രാത്രി പരാജയപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചിട്ട് തരാതിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് കൈമാറുകയാ. ഇന്ന് രാത്രി ചിലത് ലഭിക്കുന്ന രാത്രിയാ, അവകാശപ്പെട്ട് നിനക്ക് ലഭിക്കുന്ന രാത്രിയാ. ചില ദൈവം നിനക്ക് പ്രോമിസായി നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് നിനക്ക് നൽകിത്തരുന്ന രാത്രിയാ. യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു വഞ്ചിക്കപ്പെട്ട അനുഭവം വന്നെങ്കിൽ, ലാബാൻ അവനെ വഞ്ചിച്ചു എങ്കിലും ആ ലാബാൻ വഞ്ചിച്ച മാത്രമേ തന്നെ അവൻ പിന്നെയും പറയുക, ഞാൻ 7 വർഷം കൂടെ ഞാൻ നിന്നെ സേവിക്കും, എനിക്ക് രണ്ടാമത്തെ നിന്റെ മകളെ കൂടെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഒക്കെ വഞ്ചിക്കപ്പെട്ടവൻ തകർന്നു പോയെങ്കിലും, വർഷങ്ങളുടെ പാരമ്പര്യം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും അതൊന്നും ഗണ്യമാക്കാതെ അവളെ വീണ്ടെടുക്കുവാൻ വേണ്ടി വീണ്ടും 7 വർഷം കൂടെ അവൻ അടിമ ജോലി ചെയ്യുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില നന്മകൾക്കു വേണ്ടി, ചില അനുഗ്രഹത്തിനു വേണ്ടി നീ ആയിരിക്കുന്ന മേഖല അനുഭവിക്കുന്ന വേദനകൾ ഇന്ന് രാത്രി കർത്താവ് കാണുന്നുണ്ട്. ചിലത് നിനക്ക് അവകാശമായി തരുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യാക്കോബിന്റെ രണ്ടാമത്തെ രാത്രിയിൽ യാക്കോബിന് സംഭവിച്ചത് വഞ്ചിക്കപ്പെട്ട രാത്രിയായിരുന്നു. ലാബാൻ അവനെ വഞ്ചിച്ചു. പക്ഷെ ആ വഞ്ചിക്കപ്പെട്ട അനുഭവത്തിലും യാക്കോബ് പതറിപ്പോയില്ല. വിശ്വാസത്തിൽ അവൻ ഉറച്ചു. അവനൊരു തീരുമാനമെടുത്തു, എനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി പോകത്തില്ല, അത് ലഭിക്കുമ്പോളോ ഞാൻ പിന്നെ നിന്നെ സേവിക്കും, അതെനിക്ക് മടക്കി തന്നേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ നീ സേവിച്ചത് കൊണ്ട് ചിലത് നിനക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നീ പിന്മാറി പോകേണ്ട വ്യക്തിയല്ല. പ്രാർത്ഥന അനുഭവങ്ങളെ നഷ്ടപ്പെടുത്തേണ്ട വ്യക്തിയല്ല. കൃപാവരങ്ങളെ കൃപാവരങ്ങളെ തള്ളിക്കളയേണ്ട രാത്രിയല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, നിനക്ക് വാഗ്ദത്തം ചെയ്തത്, നിനക്ക് അവകാശമായത് ചിലത് ദൈവം ഇന്ന് രാത്രി നിനക്ക് നൽകിത്തരും. അതിനെ വേർതിരിച്ച് ദൈവം നിനക്ക് നൽകിത്തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രത്യേകമായി ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി വഞ്ചിക്കപ്പെട്ട രാത്രി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ യാക്കോബിന്റെ രാത്രി ഏകാന്തതയുടെ രാത്രി, രണ്ടാമത്തെ യാക്കോബിന്റെ രാത്രി വഞ്ചിക്കപ്പെട്ട രാത്രി, മൂന്നാമത്തെ യാക്കോബിന്റെ രാത്രി നമുക്ക് ഒരുമിച്ച് വായിക്കാം. 31-ാം അധ്യായത്തിന്റെ അതിന്റെ 10, 11, 12 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 31-ാം അധ്യായത്തിന്റെ 10, 11, 12 ഇങ്ങനെ പറയുന്നു: ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകൾ വരയും ഉള്ളിയും മറുകുമുള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെ ഒക്കെയും വരയും പുള്ളിയും മറുകുമുള്ളവയല്ലോ, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ യാക്കോബിന്റെ രാത്രി എന്തെന്നറിയാമോ? മൂന്നാമത്തെ യാക്കോബിന്റെ രാത്രി സാധ്യതകളെ ഇല്ലാതാക്കുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ സാധ്യമായി വരേണ്ട ആ ഒരു പ്രവൃത്തിയെ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ലാബാൻ അവനെ പരാജയപ്പെടുത്തുന്ന അനുഭവം. കാരണം ഞാൻ അതിന്റെ ആ സന്ദർഭം പറയാം. യാക്കോബ് അവൻ തിരിച്ച് അവനെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ അവൻ പ്ലാൻ ചെയ്യുമ്പോ ലാബാനോട് ഒരു കാര്യം അവൻ പറഞ്ഞു. ലാബാനെ, എനിക്ക് ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് പോവുകയാണ്, അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ പോവുകയാ. പക്ഷെ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്തെന്നറിയാമോ? എനിക്ക് വേറെ ഒന്നും നീ തന്നില്ല എങ്കിൽ നിന്റെ ആടുമാടുകളിൽ വരയും പുള്ളിയും മറുകുമുള്ളത് എനിക്ക് നൽകി തരണം, എനിക്കത് തരണം എന്ന് യാക്കോബ് ലാബാനോട് പറഞ്ഞു. പക്ഷേ ലാബാനുണ്ടല്ലോ, ആ സമയത്ത് ഓക്കെ നിനക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് ഈ ലാബാനുണ്ടല്ലോ അവന്റെ പുത്രന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ യാക്കോബ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിരിക്കുക, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഈ പുള്ളിയും മറുകും വരയും ഉള്ളതിനെ അവൻ പോകുന്നതിന് മുമ്പ് 7 ദിവസം വഴിയാത്ര
മറികടന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ യാക്കോബ് തിരിക്കുന്നതിന് മുമ്പേ, യാത്ര തിരിക്കുന്നതിന് മുമ്പേ ഇതൊന്നും യാക്കോബ് പറയുന്നില്ല. ലാബാൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ അങ്ങ് പുത്രന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ അക്കരയ്ക്ക് കടത്തിവിട്ടു. പ്രൈസ് ദി ലോർഡ്. 7 ദിവസം ഇവർക്ക് മുമ്പായി യാത്ര ചെയ്തു എന്നാണ് ബൈബിൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. കാരണം അവനറിയാം, ഇത് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിലപ്പെട്ട സാധനമാണ്, ഇത് കൊടുത്തു ഇതിൽ നിന്ന് പുത്രസമ്പത്ത് ഉണ്ടായിട്ട് അവൻ അങ്ങ് വളർന്നു പോകും. ആ കുശുമ്പും ആ ഒരു ഇതും കണ്ടിട്ട് ലാബാൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന് കൊടുക്കുവാൻ മനസ്സില്ലാതെ അതിനെ ആ പുത്രന്മാരെ ഏൽപ്പിച്ച് 3 ദിവസം വഴിയാത്ര പിന്നിടുവാനിടയായി. ഞാൻ പറയട്ടെ, നോക്ക്, ഇതൊന്നും യാക്കോബ് പറയുന്നില്ല. അവൻ ചോദിച്ചു, ലാബാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിനോട് പറയുക, അവൻ കാണുകയാ എന്ന് പറഞ്ഞാൽ, പക്ഷെ നിങ്ങൾ ആത്മീക അർത്ഥം ചിന്തിക്കണം. ഈ പുള്ളിയും മറുകും വരെയുള്ളത് അവിടെ ഇല്ല. ലാബാന്റെ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ ഇല്ല. പക്ഷെ സ്വപ്നത്തിൽ യാക്കോബ് കാണുന്നത് ആ പുള്ളിയും വരയും മറവും, ആ പുള്ളിയും വരയും ഉള്ളത് വായിക്കണം. ആ വരയും പുള്ളിയും മറവും ഉള്ളത് പ്രൈസ് യാക്കോബ് കാണുന്നത്, അത് ചനയേൽക്കുന്നത് കാണുന്നു. കാരണം ഞാൻ പറയട്ടെ, ഇതൊന്നും ലാബാൻ ചെയ്യുന്നതൊന്നും യാക്കോബ് അറിഞ്ഞില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയുക, ഈ സാധ്യതകളെ ഇല്ലാതാക്കി കളയുന്ന ലാബാൻ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, ചില അവകാശങ്ങൾ നിനക്ക് നൽകേണ്ടതിനെ അതിനെ തട്ടിമാറ്റിയിട്ട് അത് നിന്നെ വെറും കൈയോടെ വിട്ടേച്ചു കളയുക, നിനക്ക് ലഭിക്കേണ്ട നന്മകൾ നൽകിത്തരാതെ നിന്നെ പരാജയപ്പെടുത്തി നിനക്ക് അവകാശപ്പെട്ടതിനെ നൽകിത്തരാതെ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ദർശനത്തിൽ അത് നിന്റെ ജീവിതത്തിൽ അവകാശമായി നൽകിത്തരുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമായി പറയുക. ഇന്ന് രാത്രി പറയട്ടെ, എത്രയോ സാഹചര്യങ്ങൾ, സാധ്യതകളെ ഇല്ലാതാക്കിയ അനുഭവങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ അകത്തിന്റെ മക്കൾ പ്രാപിക്കേണ്ട നന്മ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് അതിനെ തട്ടിമാറ്റിയ അനുഭവങ്ങൾ, നിന്റെ തലമുറ അനുഭവിക്കേണ്ട ആ വിദ്യാഭ്യാസത്തിന്റെ അനുഭവങ്ങൾ, എത്രയോ സാഹചര്യങ്ങൾ മാറിപ്പോയി, പലരും തട്ടിമാറ്റി നിന്റെ കുഞ്ഞിന് ലഭിക്കേണ്ട നന്മ, നിന്റെ തലമുറ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വരേണ്ട നന്മ, വ്യക്തികൾ നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് തട്ടിമാറ്റിയിട്ട് നിന്നെ വെറും കൈയോടെ നിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ നിന്നെ ആക്കി വച്ചെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് ലഭിക്കേണ്ടത്, നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് ഇന്ന് രാത്രി നിനക്ക് നൽകി തരുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, അവിടെ അങ്ങനെയുള്ള ആടുമാട് അവിടെ ഇല്ല. വരയും പുള്ളിയും മറുകുമുള്ള ആട് അവിടെ ഇല്ല. അതെല്ലാം ലാബാൻ അവനെ മാറ്റിക്കളഞ്ഞു. പക്ഷെ യാക്കോബ് കാണുകയാണ്, അതിനെ ഇല്ലാത്ത മറുകും പുള്ളിയും വരയുമുള്ള ആടുകളെ അത് പ്രത്യുൽപാദന ശേഷിയുള്ളതായി അവിടെ അത് യാക്കോബ് കാണുക, സ്വപ്നത്തിൽ കാണുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രാത്രി സാധ്യതകളെ ഇല്ലാതാക്കി കളയുന്ന, നിന്റെ കുഞ്ഞ് നല്ല പാടുന്ന വ്യക്തിയായിരിക്കാം, കുഞ്ഞ് നല്ല പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ആ സ്റ്റേജുകളും പ്ലാറ്റ്ഫോമുകളും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതിനെ തട്ടിമാറ്റിയിട്ട് മറ്റൊരു വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കുന്നത് പോലെ ആ ഒരു അനുഭവത്തിൽ ചിലതൊക്കെ നിനക്ക് സാധ്യമായി വരേണ്ടതിനെ അതിനെ സാധ്യത ഇല്ലാതാക്കി തീർക്കുന്ന അനുഭവത്തിലൂടെ ഇന്ന് നിന്റെ കുടുംബം പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്നോട് എതിർക്കുന്ന അല്ലെങ്കിൽ നിന്നോട് ദ്രോഹം ചെയ്ത ആ വ്യക്തികളെ കർത്താവ് കണ്ടിട്ട് നിനക്ക് അവകാശപ്പെട്ടതിനെ ദൈവം മടക്കി തരുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയും? ചിലതൊക്കെ നിനക്ക് അവകാശപ്പെട്ടത് ലഭിക്കാതെ
നീ ഇന്നും ദുഃഖിച്ചു വ്യാകുലപ്പെട്ടു, അയ്യോ ഇത് ഞാൻ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ അനുഭവിക്കേണ്ടതാണ്, എന്നിൽ നിന്ന് അവർ തട്ടിപ്പറിച്ചല്ലോ അല്ലെങ്കിൽ തട്ടിമാറ്റിയല്ലോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയത്താ നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, അതൊക്കെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിനക്ക് വേണ്ടി സാധ്യതകളെ ഇല്ലാതാക്കിയ സ്ഥാനത്ത് സാധ്യത ഉണ്ടാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുക, ചിലതൊക്കെ സാധ്യമായി വരുന്ന രാത്രിയാ. ഒന്നും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞത്, ഒന്നും നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞത്, നിനക്ക് അവകാശപ്പെട്ടതിനെ മാറ്റിയത് ഇന്ന് രാത്രി തിരികെ തരുന്ന രാത്രിയാ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ചിലത് നിനക്ക് അവകാശമായി തരുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ ഏകാന്തതയോടെ എന്നും കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിനക്ക് ലഭിക്കേണ്ട നന്മകൾ പോലും ലഭിക്കാതെ ഇന്ന് നീ ശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുക, രാത്രിയുടെ യാമങ്ങളിൽ നീ നിലവിളിച്ച നിലവിളി, രാത്രിയുടെ യാമങ്ങൾ നീ കരഞ്ഞ കണ്ണുനീര് കർത്താവ് കണ്ടിട്ട് നിനക്ക് അവകാശപ്പെട്ടതിനെ അത് അത് സാധ്യതയില്ലാത്ത കാര്യമാണ്, ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ്. പക്ഷെ കർത്താവ് നിനക്ക് സാധ്യമാക്കി അതിനെ നിനക്ക് നൽകി തരുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന പറയുക. യാക്കോബിന്റെ മൂന്നാമത്തെ രാത്രി സാധ്യതകളെ ഇല്ലാതാക്കിയ സ്ഥാനത്തും അതിനെ ദൈവം മടക്കി കൊടുത്ത രാത്രി, അതിനെ തിരികെ കൊടുത്ത രാത്രി. അവൻ പോലും അറിയാതെ, അവൻ പോലും കാണാത്ത സാഹചര്യങ്ങൾ സ്വപ്നത്തിൽ യാക്കോബ് കാണുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് ദൈവം സാധ്യമാക്കി തരുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. നാലാമത്തെ യാക്കോബിന്റെ രാത്രി 31-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 22-23 വാക്യങ്ങൾ. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവന് പിന്തുടർന്നു. ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിന്റെ നാലാമത്തെ രാത്രിയിൽ പ്രൈസ് ദി ലോർഡ്, ലാബാൻ എന്തൊക്കെയോ അവനെ പറയുവാൻ വേണ്ടി അവൻ കരുതിക്കൂട്ടി യാത്ര പുറപ്പെട്ടു. യാക്കോബിന്റെ അടുക്കൽ 7 ദിവസം വഴിയാത്രയിൽ യാക്കോബുമായി കണ്ടുമുട്ടി. പക്ഷെ ആ രാത്രി കണ്ടുമുട്ടുന്നതിന് തൊട്ട് തലേ രാത്രിയിൽ ലാബാനോട് സ്വപ്നത്തിൽ ദൈവം പറയുക, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയരുത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്, നിന്നെക്കുറിച്ച് പലരും അപമാനം പറയുന്നുണ്ടാകാം, നിന്നെക്കുറിച്ച് പലരും ഭവനത്തിന്റെ അകത്തിരുന്ന് വേണ്ടാത്തത് പറയുന്നുണ്ടാകാം. എന്തിനാ ഇവൾ ഇങ്ങനെ ആയിരിക്കുന്നത്, എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി കാണുന്ന ഒരുവനുണ്ട്. രാത്രിയിൽ സ്വപ്നത്തിൽ ലാബാനോട് ദൈവം പറയുക, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയരുത്. ഒരു വാണിംഗ് ലാബാനോട് കൊടുക്കുക. ഞാൻ പറയട്ടെ, നമ്മെ എന്തൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നമ്മെ ശപിച്ചിട്ടുണ്ടാകാം. ഇനി ശാപവാക്കുകൾ പറയുവാൻ വേണ്ടി കരുതിക്കൂട്ടി ഇരിക്കുന്നതാകാം. നാളെ ഒരു പ്രഭാതം നിന്നെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ശപിക്കുവാൻ വേണ്ടി പലരും പല പ്ലാനുകൾ എടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയാ, ഇന്ന് രാത്രി കർത്താവ് അവരോട് ഇടപെടുന്ന രാത്രിയാ. നീ ദൈവത്തെ സേവിച്ചത് കൊണ്ട്, ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നിനക്ക് അപമാനം വരുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയാ, അവരോട് സംസാരിക്കുന്ന രാത്രിയാ. യാക്കോബിന്റെ മൂന്നാമത്തെ രാത്രി അവന് വിരോധമായി സംസാരിക്കുവാൻ ഗൂഢാലോചന ചെയ്ത ലാബാനോട് ദൈവം സംസാരിക്കുന്ന രാത്രി. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എന്റെ ഭവനത്തിന് വിരോധമായി, എന്റെ തലമുറകൾക്ക് വിരോധമായി, എന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി, എന്റെ ആത്മീകമായ നിലനിൽപ്പിന് വിരോധമായി എനിക്ക് എതിരായി സംസാരിക്കുന്ന വ്യക്തികൾ അനേകരുണ്ട്. അവരോട് സംസാരിക്കുന്ന രാത്രിയാ. ഞാൻ ഇന്ന് രാത്രി കർത്താവ് വിശ്വസിക്കുന്നു, എനിക്ക് വിരോധമായി സംസാരിക്കുന്ന, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് ഇടപെടുന്ന രാത്രി എന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നപ്പാ എന്ന് എത്ര പേർക്കായിരിക്കുന്ന ഇടത്തിരുന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കഴിയും.
ലാബാന്റെ മൂന്നാമത്തെ രാത്രി, യാക്കോബിന്റെ നാലാമത്തെ രാത്രി, അവന്റെ ശത്രുവായ ലാബാനോട് ദൈവം സംസാരിക്കുന്നു. ഇന്ന് രാത്രി ചില വ്യക്തികളോട് ദൈവം സംസാരിക്കുന്ന രാത്രിയാ. നിനക്ക് വിരോധമായി ഗൂഢാലോചന ചെയ്യുന്ന വ്യക്തികളോട് ദൈവം ഇടപെടുന്ന രാത്രിയാ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ആരെങ്കിലും ശബ്ദമുയർത്തുവാൻ പ്ലാൻ ചെയ്ത് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന രാത്രിയെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ഇന്ന് രാത്രി കർത്താവ് പറയാം, നിന്റെ കണ്ണുനീര്, നിന്റെ നിലവിളി, ദൈവത്തോടുള്ള നിന്റെ അടുപ്പം സ്വർഗം കണ്ടിട്ട് നിനക്ക് വിരോധമായി സംസാരിക്കുന്നവരോട് ദൈവം ഇടപെടുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിനോട് ദൈവത്തിന്റെ നാലാമത്തെ രാത്രിയിൽ ദൈവം പറയുക, ആ ലാബാനോട് പറയുക, യാക്കോബിന് വിരോധമായി ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ സംസാരിക്കുക. ആ പോയിന്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഇരുത്തി വായിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒരു വാണിംഗാ കൊടുക്കുന്നത്. ഇന്ന് രാത്രി ചില വാണിങ്ങുകൾ ചില കുടുംബത്തിന്റെ അകത്ത് ദൈവം നൽകി തരികയാ. ചില വ്യക്തികളോട് ഇടപെടുന്ന രാത്രിയാ. ചില വ്യക്തികളോട് ദൈവം വാണിംഗായി ചില വാക്കുകൾ പുറപ്പെടുവിക്കുന്ന രാത്രിയാ. നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ, ഒരു ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ വ്യക്തികളുടെ വാക്കിനാൽ ശാപമായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, അവരോട് ഇടപെടുന്ന ഒരു രാത്രിയാണ് ഇന്ന് രാത്രി. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ആ ശത്രുവായ ലാബാനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക കാണുവാൻ കഴിയുന്നു. ഞാൻ വേഗത്തിൽ പോകട്ടെ. 5-ാമത്തെ യാക്കോബിന്റെ രാത്രി, പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രൈസ് ദി ലോർഡ് 31-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം, എന്റെ പിതാവിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായവൻ എനിക്ക് ഇല്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ യാക്കോബിന്റെ രാത്രി, ന്യായം വിധിക്കുന്ന രാത്രി. അവൻ പറയുക, എന്റെ ദൈവം ന്യായം വിധിക്കാതിരുന്നെങ്കിൽ എനിക്ക് നന്മകളൊന്നും ലഭിക്കാതെ എന്നെ വെറുതെ വിട്ടേച്ചു പോകുമായിരുന്നു. എന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവമാ, എന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ എന്നെ വെറുതെ വിട്ടയക്കാതെ ദൈവം എന്റെ കഷ്ടതയും എന്റെ സങ്കടവും എന്റെ പ്രയത്നവും കണ്ടിട്ട് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് വേണ്ടി ന്യായം വിധിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതെങ്കിലും കോടതികൾ രാത്രിയിൽ തുറന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, രാത്രിയിൽ ഒരു കോടതികളും തുറന്നിരിക്കത്തില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, യാക്കോബിനു വേണ്ടി രാത്രിയിൽ ന്യായം വിധിച്ച കോടതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എല്ലാ കോടതികളും നിനക്ക് അടയപ്പെടുമ്പോ രാത്രിയിൽ തുറക്കപ്പെടുന്ന ഒരു കോടതിയുണ്ട്, സ്വർഗീയ കോടതി. നിന്റെ പരാജയങ്ങളെ ജയമാക്കുന്ന കോടതി, നിനക്ക് ലഭിക്കേണ്ട നന്മകൾ നൽകിത്തരുന്ന ഒരു കോടതി. ഈ ലോകത്തിലുള്ള കോടതികളല്ല. അനീതിയായി പ്രവർത്തിക്കുമ്പോ, ന്യായവിഹിതമായി പ്രവർത്തിക്കുമ്പോ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കോടതിയുണ്ട്. അത് സ്വർഗീയ കോടതിയാണ്. അത് യാഥാർത്ഥ്യങ്ങളെ സത്യമായി നിനക്ക് നൽകിത്തരുന്ന രാത്രി എന്ന് യാക്കോബ് വിളിച്ചു പറയുക. അവൻ പറയുക, എനിക്ക് കഴിഞ്ഞ രാത്രി ന്യായം വിധിക്കാതിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടത് പ്രയത്നിച്ചത് വൃഥാവായി പോകുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, കഴിഞ്ഞ നാളുകൾ, നീണ്ട വർഷങ്ങൾ കർത്താവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ട് നിനക്ക് ലഭിക്കേണ്ട നന്മകൾ പോലും ലഭിക്കാതെ, നീ പ്രാപിച്ച അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടും ദൈവനാമത്തിന് വേണ്ടി നിന്നിട്ടും ഒരു പ്രതിഫലവും ലഭിക്കാതെ പരാജയപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇന്ന് രാത്രി കർത്താവ് ന്യായം വിധിച്ച് നിനക്ക് ലഭിക്കേണ്ടത്, നിനക്ക് നൽകേണ്ട ചില നന്മകൾ നൽകിത്തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. ഇവിടെ കാണുന്നു, അവൻ യാക്കോബ് പറയുക, എന്റെ ദൈവം എന്റെ പിതാക്കന്മാരുടെ ദൈവമാ. എന്റെ പിതാക്കന്മാരാരാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരുടെ നന്മകൾ അവൻ കണ്ടിട്ടുണ്ട്. ആ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചത് അവൻ കണ്ടിട്ടുണ്ട്. അവരുടെ ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഞാൻ പ്രയത്നിച്ചത്,
ഞാൻ കഷ്ടപ്പെട്ടത് വൃഥാവായി പോകാതെ എനിക്ക് വേണ്ടി രാത്രിയിൽ ഒരു ന്യായം വിധിച്ച കർത്താവ് എനിക്ക് സകലതും മടക്കി തന്നു എന്ന് യാക്കോബ് ദൈവസന്നിധി പറയുക. അവന്റെ 5ാമത്തെ രാത്രി ന്യായം വിധിച്ച രാത്രി. ലോകപ്രകാരം അവനൊന്നും ലഭിക്കുവാൻ സാധ്യതയില്ല, എല്ലാം ശൂന്യതയായി പോയി മടങ്ങിപ്പോകേണ്ട അനുഭവത്തിന്റെ നടുവിൽ ന്യായമായത് രാത്രിയിൽ അവന് നൽകിക്കൊടുത്ത് അവന്റെ ജീവിതത്തെ അവിടുന്ന് ഉയർത്തിയ ദൈവിക പദ്ധതികളെ യാക്കോബ് വർണ്ണിക്കുക. ഇനി രാത്രി നമ്മൾ പറയട്ടെ, ദൈവാത്മാവിനാൽ പറയട്ടെ, നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. ഈ ലോകത്തിന്റെ കോടതികളെല്ലാം നമുക്ക് വിരോധമായി നിൽക്കുമ്പോ സ്വർഗീയ കോടതി ന്യായമായി വിധിച്ച് നമുക്ക് നൽകേണ്ട നന്മ, നിനക്ക് നൽകേണ്ടതായ അനുഗ്രഹങ്ങൾ, നിനക്ക് നൽകേണ്ടതായ പ്രതിഫലങ്ങൾ ദൈവം നിനക്ക് നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5ാമത്തെ യാക്കോബിന്റെ രാത്രി ന്യായം വിധിക്കുന്ന രാത്രി. 6ാമത്തെ ഒരു രാത്രി കൂടെ ഞാൻ വേഗത്തിൽ പറയട്ടെ. 32-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രൈസ് ദി ലോർഡ്, അതിന്റെ 24 മുതലേ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 22 മുതലേ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് അവൻ അവരെ കൂട്ടി ആറ്റിനരികെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സു ആവുവോളം അവനെ മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല. ഇന്ന് രാത്രി നമുക്ക് ആ ഭാഗം എല്ലാവർക്കും അറിയാം. യാക്കോബിന്റെ 6ാമത്തെ രാത്രി അവൻ പറയുക, രാത്രിയിൽ അവൻ മൽപിടുത്തം നടത്തിയിട്ട് അവന് ലഭിക്കയില്ല എന്ന് ചിന്തിച്ച അനുഗ്രഹം അവൻ പറയുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്നൊരു വാക്ക് യാക്കോബ് പറയുന്നത് കാണാം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ചിലതൊക്കെ അധ്വാനിച്ചു നേടി, പക്ഷെ അതിനെയൊക്കെ മറുകര കടത്തിയിട്ട് അവൻ ആത്മാവിൽ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അവൻ മൽപിടുത്തം നടത്തി, എനിക്ക് ഈ ലോകപ്രകാരമുള്ള ഒരു നന്മയല്ല എനിക്ക് ആവശ്യം, ദൈവികമായ അനുഗ്രഹമാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ദൈവദൂതനുമായി മൽപിടുത്തം നടത്തിയിട്ട് അവൻ ദൂതനോട് രാത്രി പറയുക. ആ രാത്രി മൊത്തവും അവൻ മൽപിടുത്തം നടത്തിയിട്ട് അവൻ പറയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ കഴിയും? 6ാമത്തെ യാക്കോബിന്റെ രാത്രി, പ്രൈസ് ദി ലോർഡ്, അവനെ അനുഗ്രഹത്തിനു വേണ്ടി മൽപിടുത്തം നടത്തുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ലോകപ്രകാരമുള്ള ഒന്നിനു വേണ്ടി അല്ല നീ മല്ല് പിടിക്കേണ്ടത്. ലോകപ്രകാരം എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടി അല്ല നീ മല്ല് പിടിക്കേണ്ടത്. സ്വർഗീയമായത് ലഭിക്കുവാൻ, സ്വർഗീയമായ അനുഭവത്തിലായിരിക്കാൻ കർത്താവിനോട് നീ മൽപിടുത്തം നടത്തി രാത്രിയുടെ യാമങ്ങൾ നിലവിളിച്ചാൽ ചിലത് ദൈവം നിനക്ക് നൽകി തരും. ദർശനങ്ങൾ നൽകും, വെളിപ്പാടുകൾ നൽകും, ആത്മീക കൃപാവരങ്ങൾ നൽകും. ലോകപ്രകാരം ചിലതൊക്കെ യാക്കോബിന് നൽകിയെങ്കിലും അതിനൊക്കെ മറുകര വിട്ടേച്ച് യാക്കോബ് ഒരു പ്രാർത്ഥനയിൽ അവൻ മുട്ടുമടക്കി അനുഗ്രഹത്തിന് വേണ്ടി. ഇന്ന് രാത്രി ഇതിലൊരു ആത്മീകമായ ഒരു ചിന്ത മാത്രം ഞാൻ പറയട്ടെ. ലോകപ്രകാരം എന്തൊക്കെ നേടിയാലും ക്രിസ്തുവിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ചില ആത്മീക അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് നൽകി തരും. ഇന്ന് പ്രാപിച്ച അനുഗ്രഹമല്ല നാളെ വേണ്ടത്. ഇന്ന് ചിലത് നിനക്ക് പുതിയ കൃപാവരങ്ങൾ, പുതിയ പ്രാർത്ഥന അനുഭവങ്ങൾ, പുതിയമായ ആത്മീക അനുഭവങ്ങൾ ചില ദൈവം കാണുന്നുണ്ട്. ആ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസ്ഥലം മുട്ടുമടക്കി നിലവിളിച്ചു കരയുകയാണെങ്കിൽ ചില ആത്മീക അനുഭവങ്ങൾ ദൈവം നിനക്ക് നൽകി അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യാക്കോബിന്റെ 6